എന്നാലും നമ്മുടെ ഈ ചർച്ചയിൽ ആർ ശ്രീജിത്ത് കൂടി ചേരുകയാണ്. എല്ലാ കണ്ണുകളും തിരുവനന്തപുരത്തേക്കാണ്. പല മേഖലകളിലായി തിരക്കിട്ട ചർച്ചകൾ, തകൃതിയായിട്ടുള്ള വിശദീകരണങ്ങൾ, ഡിമാൻഡുകൾ എല്ലാം അവിടെ അരങ്ങേറുന്നു. ആർ ശ്രീജിത്ത്, തിരുവനന്തപുരം നഗരത്തെ ഒരു ഏരിയൽ വ്യൂവിൽ നിന്ന് കാണുമ്പോൾ ഏതൊക്കെ പൊന്നാപുരം കോട്ടകളിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്? മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ലീഗിന്റെ നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ അവരുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. മറ്റൊന്ന്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇനി എങ്ങനെയാണ് ഈ രണ്ട് മന്ത്രിസ്ഥാനമെന്ന ആവശ്യത്തിൽ നിന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് ബദൽ മാർഗങ്ങൾ എന്നതിനെ പറ്റിയുള്ള ആലോചന MLA ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു. മറ്റൊന്ന്, KPCCയുടെ ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ കോൺഗ്രസ് മന്ത്രിമാരുടെയും UDFന്റെ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമഘട്ട ചർച്ചകൾ നടക്കുന്നു. ഈ മൂന്ന് കേന്ദ്രങ്ങളിലാണ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മൂന്ന് സ്ഥലത്തുമല്ല. നിയുക്ത മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഔദ്യോഗിക വസതിയായിരുന്ന കന്റോൺമെന്റ് ഹൗസിലാണ്. ഇവിടെ ആയിരുന്നു ചർച്ചകളുടെ കേന്ദ്രബിന്ദു. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ഇന്ദിരാഭവനിലായതുകൊണ്ടാണ് ഇവിടെ ഒരു അല്പം ആശ്വാസം കിട്ടിയത്. എന്തായാലും ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ചുള്ള ചർച്ച വളരെ തകൃതിയായി നടക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം 21 അംഗ മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ അവസാനവട്ട ചർച്ചകൾ നടന്നുവരുന്നു എന്നുള്ളതാണ്. 8 മന്ത്രിമാർ ഇതിനകം തന്നെ 8 പേരുടെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പേരും ഒന്നാമത്തെ പേരും രമേശ് ചെന്നിത്തലയുടേതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ KPCCയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫ്, അദ്ദേഹം ആ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ് എന്നിവർ മന്ത്രിസ്ഥാനത്തേക്ക് വരും. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം M ലിജു, മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും കൊല്ലത്തെ MLAയുമായ ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിലേക്ക് വരും. ചാണ്ടി ഉമ്മൻ യുവജന പ്രാതിനിധ്യം കണക്കിലെടുത്ത് മന്ത്രിസഭയിലേക്ക് വരും എന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ആകെയുള്ള മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരിൽ ഇനി തീരുമാനമാകാനുള്ളത് 3-4 ആളുകളുടെ കാര്യത്തിലാണ്. അതിലൊന്ന് വനിത വേണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഒപ്പം തന്നെ ST വിഭാഗത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കണമെന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആർക്കാണ് നറുക്ക് വീഴുക എന്നതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് വളരെ ഉദ്വേഗഭരിതമായി പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മന്ത്രിമാരുടെ പട്ടിക കൈമാറണം എന്ന നിഷ്കർഷയിലാണ് AICCയുടെ കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. അതുകൊണ്ടാണ് മാരത്തൺ ചർച്ചകൾ, രാവിലെ മുതൽ തുടങ്ങിയ മാരത്തൺ ചർച്ചകൾ ഇന്ദിരാഭവനിൽ നടക്കുന്നത്. നാളെ ഉച്ചയോടെയെങ്കിലും ലോക് ഭവനിൽ മന്ത്രിമാരുടെ പട്ടികയും വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷം മന്ത്രിസഭായോഗത്തിന് ശേഷം ഗവർണർ വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടിയാണ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം വന്നു എന്ന്, നമുക്ക് ഔദ്യോഗികമായ തീരുമാനം വന്നുവെന്ന് പറയാൻ കഴിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.